ഹേമേന്ദ്രൻ കൊലക്കേസ് പ്രതി നൌഷാദിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. കോഴിക്കോട് നിന്നാണ് പ്രതിയെ എത്തിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുർജിത്ത്, എവിടെയൊക്കെ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കും സുർജിത്ത്? ഉന്മേഷ ACP കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയിട്ടുള്ള ഉമേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതി നൌഷാദുമായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ബീനാച്ചിക്ക് അടുത്തുള്ള പ്രദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇവിടേക്കാണ് എത്തിച്ചിട്ടുള്ളത്. വീടിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചു എന്ന് പറയുന്ന ആ വീടും അവിടെ തന്നെയാണ്. ഹേമേന്ദ്രനെ എത്തിച്ചതും പീഡിപ്പിച്ചതും കൊല നടത്തിയതും ഈ വീട്ടിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സൗദിയിൽ നിന്ന് നൌഷാദ് ഇവിടേക്ക് എത്തുകയും ഇവിടേക്ക് എത്തി. അതിനുശേഷം ഈ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെളിവെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ, അതായത് എവിടേക്കൊക്കെ പോയി, എവിടെ നിന്നൊക്കെ ഈ പഞ്ചസാര ഉൾപ്പെടെയുള്ള പെട്രോളും അടക്കം ഉപയോഗിച്ചാണ് മൃതദേഹം കുഴിച്ചു മൂടിയത്, അതെല്ലാം ഇട്ടാണ് മൃതദേഹം കുഴിച്ചു മൂടിയതെന്നുൾപ്പെടെയുള്ള വിവരം നൽകിയിട്ടുണ്ട്. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിൽ തെളിവെടുപ്പ്. അതിനുശേഷം വീടിന് ശേഷം നേരെ കൊണ്ടുപോകുന്നത് ഈ കടകളിലേക്കാണ്. കടകളിൽ നിന്ന് പിന്നീട് ചേരമ്പാടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചേരമ്പാടിയിൽ തെളിവെടുപ്പ് നടക്കുന്നത് ഈ കൊല നടത്തിയ ശേഷം മൃതദേഹം കുഴിച്ചുമൂടിയ പ്രദേശമുണ്ട്. ചേരമ്പാടി വനമേഖലയാണ്. ആ വനമേഖലയിലാണ് പിന്നീട് തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് ഇന്ന് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പൂർത്തീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഒരു കൊലപാതകം, ഏതാണ്ട് 1.5 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകമാണിത്. അതിന്റെ ചുരുൾ അഴിഞ്ഞത് ഈ കൂട്ടുപ്രതികളായിട്ടുള്ള ജ്യോതിഷ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതിന്റെ ഭാഗമായി തെളിവെടുപ്പ് നടത്തിയ തെളിവെടുപ്പിലാണ് 2 പ്രതികളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഇത്തരത്തിൽ ഒരു കൃത്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം പോലീസിൽ ലഭിക്കുന്നത്. അതിൽ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അത് കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു, ചതുപ്പിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ ചതുപ്പിലുള്ള മൃതദേഹം അത് എടുക്കുന്ന ഘട്ടത്തിൽ അത് ഒരിക്കലും അതിന് അധികം കേടുപാടുകൾ പറ്റിയിട്ടില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ തന്നെയായിരുന്നു. കാരണം അത് ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്, തണുത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ മറ്റ് പ്രശ്നങ്ങൾ മൃതദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ കാര്യം. ഇതിനുശേഷം മൃതദേഹം DNA പരിശോധന ഫലത്തിനടക്കം വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പോലീസ് മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്ക് കടക്കൂ എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ നൌഷാദ് അടക്കം 3 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വിവരം പുറംലോകത്തേക്ക് എത്തിയത് കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മട നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയം പുറംലോകത്തേക്ക് എത്തിയത്. ഇങ്ങനെയൊരു കൊലപാതകം നടന്നു എന്നുള്ള വിവരം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു കുഴിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഒഴിച്ചാൽ ബാക്കി ആർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ലായിരുന്നു. വയനാട്ടിൽ നിന്നുള്ള 24 സംഘം ഈ പ്രദേശത്തേക്ക് എത്തുകയും അവിടെ എത്തി അത് കൃത്യമായ രീതിയിൽ തന്നെ അത് ഈ മൃതദേഹം വീണ്ടെടുക്കുന്ന നടപടികളടക്കം അത് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനുശേഷം ഉടൻ തന്നെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം നൽകുകയും ചെയ്തു. എന്തായാലും അതിൽ പ്രധാനപ്പെട്ട പ്രതി, ഈ കേസിൽ കുറ്റകൃത്യത്തിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള നൌഷാദിനെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ തെളിവെടുപ്പ് നടത്തുന്ന ഇവിടെ വീട്ടിലെ തെളിവെടുപ്പ്, അതായത് കൃത്യം നടന്ന വീട് ഇവിടെയാണ്. ആ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷമാകും മറ്റിടങ്ങളിലേക്ക്, അതായത് ഈ കടകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം ചേരമ്പാടിയിൽ ഈ മൃതദേഹം കുഴിച്ചിട്ട പ്രദേശത്തേക്ക് അതിനുശേഷമാകും എത്തിക്കുക. വീടിനകത്ത് എങ്ങനെയാണ് കൃത്യം നിർവഹിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇദ്ദേഹം കാണിച്ചു കൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. ആ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ നൌഷാദുമായി നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ നൌഷാദുമായി നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ആ ഘട്ടത്തിലെല്ലാം തന്നെ നൌഷാദ് പറയുന്ന കാര്യം അത് കൊലപാതകമല്ല, അത് ഹേമേന്ദ്രൻ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. റീപോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആവശ്യം ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരം നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. റീപോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നൌഷാദ് ആവശ്യപ്പെടുന്നുണ്ട്. അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും തെളിവെടുപ്പ് തുടരുകയാണ്. ഇപ്പോൾ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യം നടന്ന ആ വീട്ടിലാണ് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് ഈ ചേരമ്പാടി എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരിക്കും. ഇതിനിടയിൽ ആ കടകൾ, അതായത്
ഈ പെട്രോളും ഒപ്പം പഞ്ചസാരയും ഉൾപ്പെടെ വാങ്ങിച്ച സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെളിവെടുപ്പാവും നടക്കുക. ആ തെളിവെടുപ്പിന് ശേഷമാകും ചേരമ്പാടിയിലേക്ക് കൊണ്ടുപോവുക. അവിടെയും തെളിവെടുപ്പ് നടക്കും. ധാരാളം ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. പ്രദേശവാസികളടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. എന്തായാലും ഇവരിൽ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അത് അടുത്തടുത്ത് വീടുകളുണ്ട്. നൌഷാദിൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങനൊരു കൃത്യം നടന്നത് സംബന്ധിച്ചുള്ള അത്തരം വിവരങ്ങൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചില്ല. അവരാരും അത് തന്നെ പറയാനും തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് ആ ധാരണയില്ല അതേ സംബന്ധിച്ച്. ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനെ ഒരു കൃത്യം നടന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം നാട്ടുകാരെ സംബന്ധിച്ചുമില്ല. എന്തായാലും ഈ നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാക്കും. അതിനുശേഷമാകും കോടതിയിൽ ഹാജരാക്കുന്ന നീക്കത്തിലേക്ക് കടക്കുക. 2 സ്ത്രീകളുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മൊഴിയുമായി ബന്ധപ്പെട്ട ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ സ്വദേശിയായ ഹേമേന്ദ്രനെ വിളിച്ചിറക്കാൻ വേണ്ടി സഹായിച്ച സൗമ്യ എന്നു പേരുള്ള ഒരു സ്ത്രീയുണ്ട്. ഒരു കണ്ണൂർ സ്വദേശിയായ സ്ത്രീയുണ്ട്. ഈ 2 സ്ത്രീകളെ കേന്ദ്രീകരിച്ചും പോലീസിന് അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. സുജിത് അയ്യപ്പത്താണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെളിവെടുപ്പ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്.